സ്വാശ്രയ മെഡിക്കൽ ഫീസുമായി ബന്ധപ്പെട്ട് എംഇഎസും കാരക്കോണം മെഡിക്കൽ കോളേജും സർക്കാരുമായി ധാരണയിലായിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ഫീസ് തന്നെ അംഗീകരിക്കാം എന്ന ധാരണയിലാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മന്ത്രിയുമായി ചർച്ചയുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട്. ഷീജ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഭൂരിഭാഗമായിട്ടുള്ള മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികളും സർക്കാരുമായി നേരിട്ടല്ലാതെ ടെലിഫോണിലും കത്ത് മുഖേനയുമായി ഒക്കെ ഈ വിഷയത്തിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ എംഇഎസ് അവർ കഴിഞ്ഞ വർഷത്തെ അതേ ഫീസ് ഘടനയിൽ പ്രവേശനം നടത്താം എന്ന് സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച് അവർ കരാറിൽ ഒപ്പുവെക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടന തങ്ങൾ അംഗീകരിക്കുന്നതായി തന്നെയാണ് എംഇഎസ് പ്രസിഡന്റ് ഫസൽ ഗഫൂർ പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാരക്കോണം മെഡിക്കൽ കോളേജും അവരും അവരുടെ ഈ സന്നദ്ധത സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ 8 സ്വാശ്രയ കോളേജുകൾ ഈ വിഷയത്തിൽ സർക്കാരുമായി തങ്ങൾ ധാരണയിലെത്താൻ തയ്യാറാണ് എന്നൊരു നിലപാട് സർക്കാരിനെ അറിയിച്ചിരുന്നു. ആരോഗ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പും അവർ നൽകിയിരുന്നു. എന്നാൽ ചില മാനേജ്മെന്റ് അസോസിയേഷനുകൾ സർക്കാർ തങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നുള്ള കാരണങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ അത്തരത്തിലൊരു നിലപാടിൽ നിന്നും അവർ പിന്നോട്ട് പോയിട്ടുണ്ട്. സർക്കാരുമായി ധാരണയിലെത്താൻ കൂടുതൽ മാനേജ്മെന്റുകൾ മുന്നോട്ട് വരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടന എടുക്കുകയാണെങ്കിൽ അത് 4 തട്ടായിട്ടുള്ള ഫീസ് ഘടനയാണ്. സർക്കാരിന് വിട്ടു നൽകിയിട്ടുള്ള 50% സീറ്റിൽ 20% അത് BPL വിഭാഗം കുട്ടികൾക്ക് അവർക്ക് 25,000 രൂപ ഫീസും ബാക്കിയുള്ള 30% സീറ്റിൽ 2.5 ലക്ഷം രൂപയുമാണ് ഫീസ്. എന്നാൽ മാനേജ്മെന്റ് സീറ്റിലെടുക്കുമ്പോൾ 11 ലക്ഷം രൂപയും 11 ലക്ഷം രൂപ 30% സീറ്റിലും ബാക്കിയുള്ള NRI സീറ്റിൽ 15 ലക്ഷം രൂപയുമാണ് ഫീസ് നിരക്ക് ഈടാക്കുക. ഏതായാലും ഈ ഫീസ് ഘടന അംഗീകരിക്കാൻ പഴയ ഫീസ് ഘടനയിൽ മാത്രമേ പ്രവേശനം നൽകാൻ സാധിക്കൂ. ആ രീതിയിലൊരു നിലപാടാണെങ്കിൽ മാത്രമേ സർക്കാരിന് ഇത്തരത്തിൽ കരാറിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ളൊരു നിലപാട് സർക്കാർ നേരത്തെ തന്നെ മാനേജ്മെന്റ് അസോസിയേഷനെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സീറ്റുകളിലേക്കും സർക്കാർ തന്നെ പൂർണ്ണമായും അലോട്ട്മെന്റ് നടത്തും എന്നൊരു നിലപാടും സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ഇത് രണ്ടും അംഗീകരിക്കുന്ന മാനേജ്മെന്റുകളുമായാണ് സർക്കാർ ഏതായാലും കരാർ ഒപ്പുവെക്കുന്നത്. ഇന്ന് തന്നെ എംഇഎസുമായും അതോടൊപ്പം തന്നെ കാരക്കോണം മെഡിക്കൽ കോളേജുമായും കരാർ സർക്കാർ ഒപ്പിടും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കൂടുതൽ മാനേജ്മെന്റുകൾ ഈ നിലപാടിലേക്ക് വരുന്നുണ്ട്. അവർ സർക്കാരുമായി ധാരണയിലെത്താനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ്. ഷീജ, ഇതുമായി ബന്ധപ്പെട്ട് സ്വാശ്രയ മെഡിക്കൽ ഫീസുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്ന തർക്കങ്ങൾ ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് എംഇഎസും കാരക്കോണം മെഡിക്കൽ കോളേജും അടക്കമുള്ള മാനേജ്മെന്റുകൾ സർക്കാരുമായി ഒരു ധാരണയ്ക്ക് എത്തുന്നതും. ഇത്തരത്തിൽ തന്നെ മറ്റു മാനേജ്മെന്റുകളുടെ ഒരു തീരുമാനം ഈ ഘട്ടത്തിൽ എത്രത്തോളം നിർണായകമാകും? തീർച്ചയായും മറ്റ് മാനേജ്മെന്റുകളും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും നീറ്റ് അടിസ്ഥാനത്തിൽ ഒരു പ്രവേശനം സംസ്ഥാനത്ത് നടത്തുകയാണെങ്കിൽ അതിന് ഏകീകൃത ഫീസ് നടപ്പിലാക്കേണ്ടി വരും. ഏകീകൃത ഫീസ് നടപ്പിലാക്കുമ്പോൾ ഒരു കാരണവശാലും മാനേജ്മെന്റുകളുടെ ആവശ്യം അംഗീകരിക്കാനുള്ള ഒരു സാധ്യത ഇല്ല. അത് നേരത്തെ തന്നെ നമുക്ക് വ്യക്തമായ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് മാനേജ്മെന്റുകളുമായി ധാരണയിൽ അതാത് സർക്കാരുകൾ എത്തുകയാണെങ്കിൽ അവർക്ക് ആ നിലയ്ക്കുള്ള പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകാം എന്നൊരു നിലപാട് സുപ്രീം കോടതി നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏതായാലും ഇത്തരത്തിൽ കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടനയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടുള്ള മാനേജ്മെന്റുകളുമായി സർക്കാർ കരാർ ഒപ്പുവെക്കും എന്നുള്ളൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചത്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തന്നെ 8ഓളം മാനേജ്മെന്റുകൾ വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റ് മാനേജ്മെന്റുകളും ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇനി ആ രീതിയിലൊരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അവർക്ക് പ്രവേശന നടപടികൾക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാടിലേക്ക് കൂടുതൽ മാനേജ്മെന്റുകൾ എത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സോമി, സ്വാശ്രയ മെഡിക്കൽ ഫീസുമായി ബന്ധപ്പെട്ട് എംഇഎസ് കാരക്കോണം മെഡിക്കൽ കോളേജുകൾ സർക്കാരുമായി ധാരണയിലെത്തി. ഉച്ചയ്ക്ക് ശേഷം മന്ത്രിയുമായി ചർച്ച നടത്തുകയും ധാരണയിൽ ഒപ്പുവെക്കുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.